CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. നാടുനടുങ്ങിയ ദുരന്തം. മാറഞ്ചേരി കാഞ്ഞിരമുക്കിൽ വീടിനകത്ത് തീപിടിച്ച് പൊള്ളലേറ്റ 3 പേർ മരിച്ചു. ഗൃഹനാഥൻ ഉൾപ്പെടെ 3 പേരാണ് വെന്തു മരിച്ചത്. പുറങ്ങ് പുളിക്കക്കടവ് പാലത്തിനു സമീപം ഏറാട്ടു വീട്ടിൽ മണികണ്ഠൻ, അമ്മ സരസ്വതി, ഭാര്യ റീന എന്നിവരാണ് മരിച്ചത്. എരുമപ്പെട്ടി വെള്ളാർക്കാട് മനപ്പടിയിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതി മരിച്ചു. വെള്ളത്തേരി അമ്പലത്തു വീട്ടിൽ അബ്ദുൾ സലാമിന്റെ ഭാര്യ 47 വയസ്സുള്ള ഷംസിയയാണ് മരിച്ചത്. വെള്ളാർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിലെ ഗ്രോട്ടോയിലും മനപ്പടി കുരിശുപള്ളിയിലും മോഷണം. തിങ്കളാഴ്ച പുലർച്ചെ 2 മണിക്കും 2:45 ഇടയ്ക്കാണ് മോഷണം നടന്നതെന്ന് നിരീക്ഷണ ക്യാമറയിൽ കണ്ടെത്തി. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പുരസ്കാരം പകുത്തു നൽകിയപ്പോൾ ഇരട്ടി മധുരമാണുണ്ടായതെന്ന് മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ ബീന ആർ ചന്ദ്രൻ. ചാലിശ്ശേരി പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നൽകിയ സ്വീകരണത്തിൽ നന്ദി പറയുകയായിരുന്നു അവർ. നിയന്ത്രണം വിട്ട ബൈക്ക് വീട്ടുമതിലിടിച്ച് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. പോർക്കുളം കൊങ്ങണൂർ സ്വദേശികളായ പ്രതീഷ്, ജ്യോതിഷ്, പ്രജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. കേച്ചേരി വേലൂർ കുറാഞ്ചേരി റോഡിൽ ടൈൽ വിരിക്കുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. കേച്ചേരി വടക്കാഞ്ചേരി റോഡിൽ എരനെല്ലൂർ കപ്പേളയ്ക്ക് സമീപത്തായാണ് പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ പഴുന്നാനയിൽ കൃഷി നശിപ്പിച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നുണ്ടെന്ന് കർഷകർ അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോഭാജിയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ അരിയന്നൂരിലെ ARD 99 നമ്പർ റേഷൻ ഷോപ്പിൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു. CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിയമ്പലത്ത് സംഘടിപ്പിച്ച തെക്കത്ത് കൃഷ്ണൻ രക്തസാക്ഷി ദിനാചരണം DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് ഉദ്ഘാടനം ചെയ്തു. കിടപ്പു രോഗികളുടെ ഓണത്തിന് സഹായമാകുവാൻ കൂട്ട് ഉപ്പേരി ചലഞ്ചുമായി പഴഞ്ഞി VHS സ്കൂൾ വിദ്യാർത്ഥികൾ. വൈലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പ്രശസ്ത പിന്നണി ഗായകൻ മണികണ്ഠൻ പെരുമടപ്പ് നിർവഹിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2024-25 വാർഷിക പദ്ധതിയിലെ വ്യക്തിഗത കുടുംബ ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. നമ്മൾ ചാവക്കാട്ടുകാർ ഒരാഗോള സൗഹൃദക്കൂട്ട് ഒമാൻ ചാപ്റ്റർ നടത്തി വന്നിരുന്ന കുടിവെള്ളം, ശീതളപാനീയം, ലഘുഭക്ഷണം എന്നിവയുടെ വിതരണ പദ്ധതി സമാപിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധോലോക പ്രവർത്തനങ്ങളുടെ സ്ഥിരാകേന്ദ്രമാണെന്നാരോപിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടും കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചാലിശ്ശേരി പഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. PV അൻവർ MLA യുടെ വെളിപ്പെടുത്തലിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന ആവശ്യവുമായി വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവ് ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU ചാവക്കാട് മേഖലാ കൺവെൻഷൻ CITU ജില്ലാ കമ്മിറ്റി അംഗം AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. വടക്കേകാട് ഞമനേങ്കാട് മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നപരിഹാര കർമ്മങ്ങളും ഭാഗവത പാരായണവും നടത്തി. അക്കിക്കാവ് കപ്പൂർ ശ്രീലക്ഷ്മി ബാലനരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഇല്ലം നിറയാഘോഷിച്ചു. തിച്ചൂർ ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ദ്രവ്യകലശത്തിനോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും ഹോമങ്ങളും നടന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെ പുന്നയൂർ പഞ്ചായത്ത് 5-ാം വാർഡിൽ നടത്തിയ ചെണ്ടുമല്ലി പച്ചക്കറി കൃഷികളുടെ വിളവെടുപ്പ് നടന്നു. അഞ്ഞൂർ സെന്റ് ജോർജ് മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാൾ ആഘോഷത്തിന് തുടക്കമായി. വഴിയോരത്ത് യാത്രികർക്ക് ഭീഷണിയായിരുന്ന മരങ്ങളിലെ ഉണങ്ങിയ കൊമ്പുകൾ മുറിച്ചു നീക്കി. തൃശൂർ കുറ്റിപ്പുറം പാതയിൽ ചൂണ്ടൽ മേഖലയിലാണ് വഴിയോരത്തുള്ള മരങ്ങളിലെ ഉണങ്ങിയ കൊമ്പുകൾ നീക്കം ചെയ്തത്. കുന്നംകുളത്തു നടന്ന റവന്യൂ ജില്ലാ സ്കൂൾ ഒളിമ്പിക്സിൽ എരുമപ്പെട്ടി സ്വദേശി സാൻഡ്ര ഐറിന് ഇരട്ട സ്വർണം. റെസ്ലിംഗിൽ സബ് ജൂനിയർ 42 കിലോഗ്രാം വിഭാഗത്തിലും ജൂഡോ 40 കിലോഗ്രാം വിഭാഗത്തിലുമാണ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.